നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നയത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ സിറ്റി പോലീസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 555 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. മുപ്ലിയത്ത് കുറുമാലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെമ്മാപ്പള്ളി MLP സ്കൂളിന്റെ 97ാം വാർഷികാഘോഷം താനും പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ സിറ്റി പോലീസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 555 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ സിറ്റി പോലീസ് നടത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഹൗസ് സംഘം നടത്തിയ രഹസ്യ ഓപ്പറേഷനിൽ 555 ഗ്രാം MDMA-യുമായി കുന്നംകുളം സ്വദേശികളായ 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. വിപണിയിൽ 15 ലക്ഷം രൂപയിൽ അധികം വില വരുന്ന മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. മണ്ണുത്തി ഇൻസ്പെക്ടർ KJ ജിനേഷിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടന്നത്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിലെ ചെറുവത്തൂർ വീട്ടിൽ 24 വയസ്സുള്ള റിവിൻസിനെയും കുന്നംകുളം അടുപ്പുട്ടി മുകളശ്ശേരി വീട്ടിൽ 24 വയസ്സുള്ള അക്ഷയനെയും ആണ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് MDMA കടത്തുന്നതിനിടെയാണ് പ്രതികളെ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഡാൻസ് ഓഫ് സംഘം തന്ത്രപരമായി പിടികൂടിയത്. മുപ്ലിയത്ത് കുറുമാലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മുപ്ലിയം ഉപ്പുഴി സ്വദേശി ചിരട്ട വീട്ടിൽ ജോസിന്റെ മകൻ എബിനാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. കുറുമാലിപ്പുഴയിലെ പ്ലാവിലപ്പാറ കടവിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കൂട്ടുകാരോടൊപ്പം കുളിക്കുന്നതിനിടെ എബിൻ മുങ്ങിപ്പോവുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കുട്ടിയെ പുറത്തെടുത്തത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. മുപ്ലിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് എബിൻ. ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ, ആയുർവേദം, ദന്തപരിശോധന, ജീവിതശൈലി രോഗനിർണയം എന്നിവയാണ് ക്യാമ്പിൽ നടത്തിയത്. വലപ്പാട് എഴുന്നൂർ ക്ഷേത്രം ഹാളിൽ നടത്തിയ ക്യാമ്പ് ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ ജോക്കബ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷഹർബാൻ, RIM സഖറിയ, പ്രസന്നൻ തറയിൽ, AV ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജോസ് താടിക്കാരൻ സ്വാഗതവും കാർത്തികേയൻ കുന്നുങ്ങൽ നന്ദിയും പറഞ്ഞു. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അതെല്ലാം ചെയ്യുന്ന പ്രോജക്റ്റ് അവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിട്ട് കാണുന്നതായിട്ടുള്ള ഒന്നാണ് ഈ ഐ ക്യാമ്പുകൾ, ഫ്രീ കാറ്ററാക്ട് സർജറി ക്യാമ്പുകൾ. ഒരു പൈസ പോലും ചെലവേണ്ട. നമ്മളിപ്പോൾ സാധാരണ ഒരു പെയിന്റിൽ ഇപ്പോൾ ഇവൻ 1000 ചോദിച്ചറിയാം. ഒരു 40,000 രൂപ മിനിമം അല്ലെങ്കിൽ ഒരു കണ്ണിനായിട്ടുള്ള കാറ്ററാക്ട് സർജറി നടത്താൻ സാധിക്കില്ല. മിനിമം പിന്നെ ലെൻസിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പം അതെന്നാൽ ഇവിടെ ഫ്രീ ആയിട്ട് നമ്മളിവിടെ ചെയ്ത് ലെൻസ് പ്രസാദം കൂടെ ചെയ്യുന്നതാണ്. പെരുങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 1976 SLC ബാച്ചിന്റെ സുവർണ ജൂബിലി സംഗമം ഗാനരചയിതാവും കവിയുമായ ആങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിജയലക്ഷ്മി VR അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ബാച്ചിലെ അംഗം നിമ്മി ശശിയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. KK ശ്യാമ, ഉമാദേവി PS എന്നിവർ നേതൃത്വം നൽകി. പണ്ടൊരു ഗുരുവിനോട്
ചെമ്മാപ്പള്ളി MLP സ്കൂളിന്റെ 97ാം വാർഷികാഘോഷം താനും പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രജിഷ രജീഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക KP ബിന്ദു, താനും പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ, മെമ്പർമാരായ ഷിമി ശിവദാസ്, VK സന്തോഷ്, മിനി ചന്ദ്രൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന സെക്രട്ടറി PK ശ്രീജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആദരിക്കൽ, പുരസ്കാര സമർപ്പണം, എൻഡോമെന്റ് വിതരണം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ ഇന്ന് ഈ നോട്ടീസ് വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ നിന്നും നിരവധി പ്രഗത്ഭന്മാർ ഉദിച്ചുയർന്ന ഒരു വിദ്യാലയം കൂടിയാണ്. കയ്പമംഗലം കമ്പനിക്കടവ് കോരിക്കുടി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ ചോതിനക്ഷത്രം ആറാട്ട് മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി ഞാറയ്ക്കൽ, മേൽശാന്തി കാലേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പകൽപൂരത്തിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് വെടിക്കെട്ടും വർണ്ണമണിയും ഉണ്ടായിരുന്നു. രാത്രി 3 ഗജവീരന്മാരോടും താലം വാദ്യമേളങ്ങളോടെ ആറാട്ട് എഴുന്നള്ളിപ്പും തുടർന്ന് ആറാട്ടും നടന്നു. ET ടൈസൺ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ എടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു. ET ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജിദ അഷ്റഫ്, സുധീഷ് മാഞ്ചാക്കൽ, TS സജീവൻ, TN അജയകുമാർ, NC പ്രശാന്ത്, KA കൊച്ചുമോൻ, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ആധുനിക തലമുറയെ കുറച്ചുകൂടി മെച്ചപ്പെട്ടവരുള്ള ആക്കി തീർക്കാനുള്ള ബൃഹത്തായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ഹരി സൂചിപ്പിച്ച പോലെ വായനശാലകൾ അതിൻ്റെ അർത്ഥത്തിൽ നിരവധിയായിട്ടുള്ള ക്യാമ്പയിൻ പ്രത്യേകമായി സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നായി നിയമങ്ങൾ അനുസരിക്കുന്നവരായി, പ്രത്യേകിച്ച് ഒരാൾക്കും പ്രത്യേക പ്രാധാന്യമില്ലാത്ത എല്ലാവരും സമന്മാരായി നിൽക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അതിനെന്തെങ്കിലും കുറവ് വന്നാൽ ആ കുറവുകൾ പരിഹരിക്കേണ്ടത് ആരാ? നമ്മളൊക്കെ തന്നെയാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഭരണഘടന അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകൾ, ഭരണാധികാരികൾക്ക് അവർക്ക് തെറ്റുപറ്റിയാൽ ഉണ്ടാകുന്ന വിനാശകരമായിട്ടുള്ള ഭാവി സംബന്ധിച്ച് അത് എഴുതുന്നതിൽ ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നല്ല കരുതലോട് കൂടിയിരിക്കണം. എവിടെ നിന്ന് വേണമെങ്കിലും അത്തരം അതിൻ്റെ ചുരുക്കൽ, മാറ്റൽ, അതിൽ മറ്റു പല സംഭവങ്ങളും ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള പോരാട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വായനശാലകൾ അതുപോലെ നടത്തുന്ന പദ്ധതികൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തളിക്കുളത്ത് കാർ മറിഞ്ഞ് ബൈക്കിലിടിച്ച അപകടം, 3 പേർക്ക് പരിക്ക്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പുത്തൻതോടിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് ബൈക്കിലിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് ഓടിച്ചിരുന്ന ചേർപ്പ് മണത്തിപ്പറമ്പിൽ സനൽകുമാർ, കാറിലുണ്ടായിരുന്ന സഹോദരങ്ങളായ പാലപ്പെട്ടി മാരാത്തുവെടി സന്തോഷിന്റെ മക്കളായ മാലു, പത്മരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടിക സ്ക്വാഡ് 75 ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ
അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11:45 അപകടമുണ്ടായത്. മോഹൻലാലിന് 600 വർഷം പഴക്കമുള്ള തടി കൊണ്ട് നിർമ്മിച്ച മേശ നൽകി ചേർപ്പ് സ്വദേശി. 600 വർഷം പഴക്കമുള്ള തേക്കുമരം കൊണ്ട് നിർമ്മിച്ച മേശ നടൻ മോഹൻലാലിന് സമ്മാനിച്ച് ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശി എ കുമാരൻ. തന്റെ ഉടമസ്ഥതയിലുള്ള സാജ് ടിമ്പേഴ്സിന്റെ 75ാം വാർഷിക സമ്മാനമായിട്ടാണ് കുമാരൻ മേശ മോഹൻലാലിന് നിർമ്മിച്ചു നൽകിയത്. കൊച്ചിയിലെ മോഹൻലാലിന്റെ വീട്ടിലെ അടുക്കളയിൽ പഴമയുടെ കൗതുകത്തിൽ മേശ നിലനിൽക്കും. കുമളി തോപ്രാംകുടിയിലെ സർക്കാർ കൂപ്പിൽ നിന്ന് ലേലം ചെയ്തെടുത്ത ഈ തടി പ്രമുഖ വ്യവസായി MA യൂസഫ് അലി പുതുതായി പണിയുന്ന വീടിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു. തേക്കിന്റെ പഴക്കം വാർത്തകളിൽ നിന്നറിഞ്ഞ മോഹൻലാൽ 2 മാസം മുൻപാണ് മരത്തിന്റെ ബാക്കി ഭാഗം അന്വേഷിച്ച് കുമാരന്റെ കമ്പനിയിലെത്തിയത്. 450 സെന്റിമീറ്റർ ചുറ്റളവും 20 മീറ്റർ നീളവും ഉണ്ടായിരുന്ന തടിയുടെ ഭൂരിഭാഗവും യൂസഫ് അലിയുടെ വീടിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നതായി കുമാരൻ പറഞ്ഞു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഊണുമേശ പണിത് ലാലിന് സമ്മാനിച്ചത്. സാജു ടിമ്പേഴ്സിന് 75ാം വാർഷിക ആശംസകളും മോഹൻലാൽ കടലാസ് കുറിപ്പിൽ എഴുതി നൽകി. തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറിയും പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റും കൂടിയാണ് എ കുമാരൻ. ഭിന്നശേഷി കുട്ടികൾക്കും കുടുംബങ്ങൾക്കും കൈത്താങ്ങായി തൃപ്രയാർ ശ്രീരാമചന്ദ്ര സേവാ ട്രസ്റ്റ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. തൃപ്പയാർ രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പരിപാടി നാട്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ ഭാവി പരിപാടികൾ ആലോചിക്കുമെന്നും ഇതിനായി ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പു നൽകി. ക്ഷേത്രമൂരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PG നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അംബിക ടീച്ചർ, തൃപ്പയാർ ക്ഷേത്രം മാനേജർ മനോജ് K നായർ, ട്രഷറർ C പ്രേംകുമാർ, സനാതന ധർമ്മ പാഠശാല പ്രസിഡന്റ് മണികണ്ഠൻ, പ്രോഗ്രാം കൺവീനർ സുനിൽ പാറമ്പിൽ, ഫൈനാൻസ് ചെയർമാൻ P മാധവ മേനോൻ, കൺവീനർ വിനോദ് നടുവത്തേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് വൈസ് ചെയർമാൻ PV ജനാർദ്ദനൻ നന്ദി രേഖപ്പെടുത്തി. സംഗമത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ വിനോദ പരിപാടികളും കലാപരിപാടികളും അരങ്ങേറി. കൂടാതെ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സ്നേഹോപഹാരങ്ങൾ വിതരണം നടത്തി. സ്നേഹവിരുന്നോടെ പരിപാടികൾ സമാപിച്ചു. മാനവിക സേവനത്തിനും സാമൂഹിക ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ സംഗമം സംഘടിപ്പിക്കപ്പെട്ടതെന്ന് സംഘാടകർ അറിയിച്ചു. ഒന്ന് ഞാൻ പറയാം, ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ പരിചരിക്കുന്നതിന്, അവരെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്നതിന്, മറ്റുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും, ഈ കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വാക്കുകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ സിറ്റി പോലീസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 555 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. മുക്ലിയത്ത് കുറുമാലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെമ്മാപ്പള്ളി MLP സ്കൂളിന്റെ 97ാം വാർഷികാഘോഷം താനും പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.